നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങുന്ന സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെപ്പ് എന്നാണ് ആ കവിതയുടെ പേര്. ഈ കവിത ജനിക്കാനുണ്ടായ കാരണവും അനുഭവവും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നേയില്ല. 20-25 വർഷങ്ങൾക്ക് മുൻപേയാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട്ടിൽ തമ്പാനൂരിലെ എൻ്റെ വീട്ടിൽ ദിനംപ്രതി മത്സ്യം കൊണ്ടുവന്നിരുന്ന ഒരു മേരി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എവിടെയാണ് എന്നൊന്നും അറിയില്ല. പൂന്തറ എന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അപ്പോൾ അവരുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചു. ഞാനും എൻ്റെ ശ്രീമതിയും കൂടി അവരുടെ വീട് തിരക്കി പൂന്തറയിലെ അവരുടെ വീട്ടിൽ ചെന്നു. ആ ഒരു പോക്ക് മനസ്സിൽ നിന്നും മാഞ്ഞു പോകത്തേയില്ല. നിറയെ വീടുകൾ, ആ വീടുകൾക്കിടയിലൂടെ ചെളിയും ചേറും നിറഞ്ഞ ഊടുവഴികൾ. വീട് എന്ന സങ്കല്പത്തിന് അപ്പുറമായിട്ട് ഒരു വശത്ത് വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, മറ്റൊരു വശത്ത് വീട്ടിൽ കറിക്ക് വേണ്ടിയിട്ട് മഴയും ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്ന ദുർഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് ഒരമ്മ കറിക്ക് അരയ്ക്കുന്നു. ഓരോ വീടുകളും കാണുമ്പോഴും ഓരോ വീട്ടിലെ ആളുകളുടെ അപ്പോഴുള്ള പ്രവൃത്തികളും കാണുമ്പോൾ മനസ്സറിയാതെ വിങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ദൈവമേ എന്ന് അറിയാതെ വിളിച്ചുപോയി. അങ്ങനെ അവിടെ വീട്ടിൽ ചെന്ന് അവിടെ ഒറ്റമുറി വീട്ടിൽ ചെല്ലുമ്പോൾ 2 കന്യാസ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ചില ബന്ധുക്കളും. ഒരു വലിയ പാത്രം നിറയെ ഒരു 10-25 പഴങ്ങളും പറഞ്ഞറിയിക്കാൻ വയ്യ. ഓരോരോ പാത്രങ്ങളിൽ അവർ നിറച്ച് വെച്ചിരിക്കുകയാണ്. സ്നേഹത്തോടെ അതിൽ നിന്നും ലേശം കഴിച്ചിട്ട് അവരുമായി സംസാരിച്ച് ചെന്നതിലുള്ള അവരുടെ സന്തോഷം പങ്കുവെച്ച് ഞങ്ങൾക്ക് കഴിയാവുന്ന പ്രസൻറ്റേഷനും നൽകി അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ജീവിതം എത്ര ഭയാനകമാണോ എന്ന് തോന്നിപ്പോയി എന്ന് ഹൃദയത്തിൽ തൊട്ടാണ് പറയുന്നത്. അത്ര വിഷമം തോന്നി. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നുമല്ല, മനുഷ്യ മനസ്സ് എത്ര പ്രയാസപ്പെടുന്നു. ഓരോ വീടുകളിലും ദുരിതപർവം തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ട് കാണുകയാണ്. ആ ഒരു പശ്ചാത്തലം, എനിക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് മാത്രമല്ല, പലർക്കും. നമ്മൾക്ക് കഴിയുന്നത് അന്നും ഇന്നും. ഇവിടെ ഒരു മനുഷ്യജന്മം എത്ര ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു പ്രാവശ്യം ആ ഭാഗത്തുള്ള വീടുകൾ പോയി കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും. പിന്നെയും അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. കാലങ്ങൾ എത്രയോ കഴിഞ്ഞു. അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ ഇന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും. കാരണം കാലാതീതമാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ പലരെയും കാണുന്നു, പിന്നെ അവരെ തിരക്കി ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെയുള്ള പല പല അവസ്ഥ. പക്ഷേ അന്ന് അവരെ കാണാൻ ചെന്നപ്പോൾ അവർക്കുണ്ടായ ആ സന്തോഷവും നമ്മളോടുള്ള പെരുമാറ്റവും വളരെ ഹൃദ്യമായിരുന്നു എന്നേ പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ളവരുടെ ജീവിതം
എത്ര ദുസ്സഹമാണ് എന്ന് തോന്നിപ്പോയി. ഹൃദയത്തിൽ അതെന്നും ആഴത്തിലേറ്റ ഒരു മുറിവ് പോലെയാണ് ഇന്നും അതോർക്കുമ്പോൾ. അങ്ങനെ ഉള്ള ഒരവസരത്തിൽ നിന്നും എഴുതിയ ഒരു കവിതയാണ് ചെപ്പ്. അതിലെ ഏതാനും വരികൾ ഞാനിവിടെ ആലപിക്കാം. തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കുന്നു, തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കുന്നു, അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കുന്നു, അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കുന്നു. ഒഴുകപ്പെടാതെ കടൽപ്പരപ്പിൽ അലസമായി വലിച്ചെറിയുന്നു, ഒഴുകപ്പെടാത്ത കടൽപ്പരപ്പിൽ അലസമായി വലിച്ചെറിയുന്നു, പക്ഷേ തുടിക്കുന്നു മനസ്സിൻ്റെ താളലയങ്ങൾ. എന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കുന്നു, അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കുന്നു. തുടർന്നുള്ള വരികൾ വിഷ്വൽസും നിങ്ങൾ കാണുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കാം, തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കാം, അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കാം, അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കാം. ഒഴുകപ്പെടാത്ത കടൽ പരപ്പിൽ അലസമായി വലിച്ചെറിയാം, ഒഴുകപ്പെടാത്ത കടൽ പരപ്പിൽ അലസമായി വലിച്ചെറിയാം, പക്ഷേ തുടിക്കുന്ന മനസ്സിൻ താളലയങ്ങൾ എവിടെ ഒളിപ്പിക്കാമെന്ന് ചിന്തയെന്നെ അലട്ടുന്നു, പക്ഷേ തുടിക്കുന്ന മനസ്സിൻ താളലയങ്ങൾ എവിടെ ഒളിപ്പിക്കാമെന്ന് ചിന്തയെന്നെ അലട്ടുന്നു. ഒന്നിൽ നിന്നും ഒരു വലിയ ഒന്നിലേക്കുള്ള ദൂരം, ഒന്നിൽ നിന്നും ഒരു വലിയ ഒന്നിലേക്കുള്ള ദൂരം എത്രയെന്ന് ചിന്തിച്ച് ചിന്തിച്ച് മോഹാലസ്യപ്പെട്ടു വീണു ഞാൻ. ഒന്നിൽ നിന്നും ഒരു വലിയ ഒന്നിലേക്കുള്ള ദൂരം എത്രയെന്ന് ചിന്തിച്ച് ചിന്തിച്ച് മോഹാലസ്യപ്പെട്ടു വീണു ഞാൻ. അറിയാതെ ഉഴലുന്നു മനസ്സെന്ന പാനപാത്രവുമായി, അറിയാതെ ഉഴലുന്നു മനസ്സെന്ന പാനപാത്രവുമായി, നീന്തിത്തുടിക്കുന്നു അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും, നീന്തിത്തുടിക്കുന്നു അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും, ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയാത്ത കൈപ്പേറിയ അനുഭവങ്ങളുമായി, ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയാത്ത കൈപ്പേറിയ അനുഭവങ്ങളുമായി, കരഞ്ഞു തളരാതൻ മനസ്സ് തമോഗർത്തത്തിലാണ്ടുപോയി, കരഞ്ഞു തളരാതൻ മനസ്സ് തമോഗർത്തത്തിലാണ്ടുപോയി. തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും ചെപ്പിലൊളിപ്പിക്കാം, തന്നിലെ ദുഃഖങ്ങളും സുഖങ്ങളും
ചെപ്പിലൊളിപ്പിക്കാം. അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും ചെപ്പിനുള്ളിൽ സൂക്ഷിക്കാം. ഒഴുകപ്പെടാത്ത കടൽ പരപ്പിൽ അലസമായി വലിച്ചെറിയാം. ഒഴുകപ്പെടാത്ത കടൽ പരപ്പിൽ അലസ്യമായി വലിച്ചെറിയാം. പക്ഷേ തുടിക്കുന്ന മനസ്സിൻ താളലയങ്ങൾ എവിടെ ഒളിപ്പിക്കാമെന്ന ചിന്ത എന്നെ അലട്ടുന്നു. പക്ഷേ തുടിക്കുന്ന മനസ്സിൻ താളലയങ്ങൾ എവിടെ ഒളിപ്പിക്കാമെന്ന ചിന്ത എന്നെ അലട്ടുന്നു. ഒന്നിൽ നിന്നും ഒരു വലിയ ഒന്നിലേക്കുള്ള ദൂരം, ഒന്നിൽ നിന്നും ഒരു വലിയ ഒന്നിലേക്കുള്ള ദൂരം എത്രയെന്ന് ചിന്തിച്ച് ചിന്തിച്ച് മോഹാലസ്യപ്പെട്ടു വീണു ഞാൻ. അറിയാതെ ഉഴലുന്നു മനസ്സെന്ന പാനപാത്രവുമായി. അറിയാതെ ഉഴലുന്നു മനസ്സെന്ന പാനപാത്രവുമായി. നീന്തി തുടിക്കുന്നു അറിയാ കഥകളും അറിയാ രഹസ്യങ്ങളും. ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയാത്ത കൈപ്പേറിയ അനുഭവങ്ങളുമായി. കരഞ്ഞു തളരാതൻ മനസ്സ് തമോഗർത്തത്തിലാണ്ടുപോയി. കരഞ്ഞു തളരാതൻ മനസ്സ് തമോഗർത്തത്തിലാണ്ടുപോയി.